നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 6-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം ഇന്നത്തെ ഉദയം തൊട്ട് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഉത്തരനക്ഷത്രം. അത് കഴിഞ്ഞാൽ നാളെ ഉദിച്ച് കുറച്ച് നേരം വരെയും അത്തനക്ഷത്രമാണ്. അപ്പോൾ ഉത്തരനക്ഷത്രം ആയാലും അത്തനക്ഷത്രം ആയാലും ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭ നക്ഷത്രമാണ്. അപ്പോൾ 6.5 നാഴിക നേരം ഒരു ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ നമുക്ക് ബർത്ത്ഡേ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇന്ന് 6.5 നാഴിക നേരം ഉത്തരനക്ഷത്രം ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഈ നക്ഷത്രത്തെ ഇന്നത്തെ ഉദയ നക്ഷത്രമായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഉദയ നക്ഷത്രം നമുക്ക് നക്ഷത്രം എടുക്കുമ്പോൾ ഉത്തരനക്ഷത്രമായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം രണ്ടും കൂടി ഒത്തുവന്ന ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ്. എന്ത് ശുഭകാര്യങ്ങൾ വേണോ ഇന്ന് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കന്നിമാസത്തിലെ ഉത്തരനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നമുക്കെപ്പോഴും വാർഷിക ഫലമാണ് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. വീട് വെക്കാനോ വസ്തു മേടിക്കാനോ മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കോ അതുപോലെ വാഹനം വാങ്ങാനോ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനോ മനസ്സിന് സന്തോഷപ്രദമായ അവസ്ഥകൾ കുടുംബത്തിലുണ്ടാവാനും മാതാവിന് മാതൃതുല്യരായവർക്ക് സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവും. അമ്മയെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ ചില അമ്മയിൽ നിന്ന് അകന്ന് താമസിച്ചിരുന്ന മക്കൾക്ക് അമ്മയുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് വരിക ഒക്കെ മാതൃ സൗഖ്യത്തെ കൊടുക്കും. ഇതിലൊക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുപോലെ ഇന്നും നല്ല ദിവസമാണ്. നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് സന്തോഷപ്രദമായ ഒരു വർഷത്തിന് തുടക്കമായി. നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇന്നും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. യാത്രയ്ക്ക് മാത്രം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മാത്രം ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത് രാവുകാലത്തിന്. രാവുകാല സമയം കലണ്ടറിൽ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജാതകപ്രകാരം 7:47 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 7:47 തുടങ്ങുള്ളൂ, 7:30ക്കല്ല. അത് 9 മണിക്ക് തീരൂല. 9:17 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ 7:47 തൊട്ട് 9:17 വരെ 1.5 മണിക്കൂർ നേരം രാവുകാല സമയം യാത്രയ്ക്ക് ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അല്ല, ഗുളികൻ്റെ സമയം വരുന്നത് 1:47 തൊട്ട് തുടങ്ങും 3:17 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 10:47 തൊട്ട് 12:17 വരെ. കറക്റ്റ് ഇന്നത്തെ ദിവസം 1.5 മണിക്കൂർ നേരം വീതം കിട്ടുകയാണ് യമകണ്ഠനും ഗുളികനും അതുപോലെ രാഹുവൊക്കെ. സാധാരണ കൂടിയും കുറഞ്ഞും വരുന്നതായി കണ്ടിട്ടുണ്ട്. സെയിമായി വന്നിരിക്കുകയാണ്. അതുപോലെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:53 തൊട്ട് 12:41 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. 11:53 തൊട്ട് തുടങ്ങും 12:41 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അല്ലാതെ തന്നെ ഇന്ന് ശുഭസമയമുണ്ട്, എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം, പ്രത്യേകിച്ച് വെള്ള വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.